പ്രശാന്തേട്ടാ, ഇടം വലം തിരിയാനാകാതെ ശ്വാസം മുട്ടുകയാണ് ബംഗ്ലാദേശ്. ഒരു തരത്തിലും അവർക്ക് രക്ഷപ്പെടാനാകുന്നില്ല. ഒരു കാലത്ത് അവരെ എന്താ പറയേണ്ട എല്ലാ സഹായവും കൊടുത്ത് അവിടെ അട്ടിമറി നടത്താൻ എല്ലാ പിന്തുണയും കൊടുത്ത അമേരിക്കയാണ് ഇന്ന് ഈ ഒരവസ്ഥയ്ക്ക് പുറകിലെന്ന് പറയുന്നത്. അത് ഇന്ത്യയുടെ പിന്തുണയും അമേരിക്കയ്ക്ക് അതിലുണ്ട് എന്നാണ് പൊതുവെ ലോകരാഷ്ട്രങ്ങളെല്ലാം വിശ്വസിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഒരു വിശദാംശം? അതിൻ്റെ അകത്ത് വിശദാംശം എന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയമാണ്, ഒറ്റ വാക്കിൽ പറഞ്ഞു. പക്ഷെ നമുക്ക് വിശദമായിട്ട് പറയാം. കാരണം പ്രശാന്ത് പറഞ്ഞതുപോലെ ബംഗ്ലാദേശ് അട്ടിമറിച്ചിരിക്കുന്നു. അതിനകത്ത് ലോകമെല്ലാം വിചാരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മളും വിചാരിക്കുന്ന പോലെ, ആ അട്ടിമറിയുടെ പിറകിൽ വളരെ കൃത്യമായിട്ടൊരു അമേരിക്കൻ ഇടപെടലുണ്ട്, അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റിൻ്റെ ഇടപെടലുണ്ട് എന്ന് വിചാരിക്കുന്നു നമ്മൾ. അതിന് ആ വിചാരത്തിന് ബലം നൽകുന്ന രീതിയിലാണ് അവർ സ്ഥാപിച്ച, അല്ലെങ്കിൽ അതിനുശേഷം വന്ന യൂനസിൻ്റെ അസിസ്റ്റൻ്റ് ഒരു പയ്യനൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആലം അതിൻ്റെ അവസാനം ആലം അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ്. പുള്ളിയാണ് ഈ ഒരു സുപ്രഭാതത്തിൽ ഈ പറയുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ നേതാവായിട്ടെങ്കിൽ നമ്മൾ ഈ മാനത്തു നിന്നൊക്കെ നക്ഷത്രങ്ങൾ വരത്തില്ല, അത് ഈ ഓപ്പറേറ്റഡ് കലാപത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. പെട്ടെന്നൊരു നേതാവ് വരും, ആസൂത്രിതമായിട്ട് ഒരു നേതാവിനെ കൊണ്ടുവന്ന് അയാളെ ഒരു വലിയ അങ്ങനത്തെ ഒരു നേതാവ് വന്നു. ഇപ്പോൾ അയാളാണ് ഭരണക്രമത്തിനകത്ത്, അല്ലെങ്കിൽ യൂനസിന് പറയേണ്ട കാര്യങ്ങൾ ആദ്യം പറയുന്നത് ഈ ആലം. അപ്പം ഇതിനകത്ത് അതിനുശേഷം യൂനസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഓപ്പറേറ്റഡ് കലാപവും അമേരിക്കയുടെ താല്പര്യമാണെന്ന് പറയുമ്പം ഈ അട്ടിമറി സമയത്ത് അവിടെ നിന്ന് ബംഗ്ലാദേശ് പിടിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് നിയുക്ത ഹസീനയെ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം ചോദിച്ചാൽ ഇപ്പോഴും അറിയത്തില്ല. കാരണം ഹസീനയെ വകവരുത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഈ പറയുന്ന വിപ്ലവം നടപ്പാക്കിയവരുടെ തീരുമാനം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരുപക്ഷെ ഹസീനെ അവിടുന്ന് കയറിപ്പോയിട്ടുണ്ടോ എന്ന് സംശയിച്ച്, അല്ലെങ്കിൽ കൊട്ടാരത്തിൽ കാണുമെന്ന് കണ്ടാണ് ഇവർ കൊട്ടാരത്തിൽ കയറുന്നതും കൊട്ടാരം തല്ലിപ്പൊട്ടുന്നതും കൊള്ളയടിക്കുന്നതും. ഇവരുണ്ടായിരുന്ന ഇവരെ കൊന്നേനെ. കാരണം ഇവർക്കിടെ നേരത്തെ ഇവരുടെ 40-40 പേരെ കൊന്നാണ് ഇവരുടെ അധികാരം പിടിക്കുന്നത്. കാരണം ഇവർക്ക് അവരുടെ അച്ഛനും ഇവർക്കും ആ കുടുംബത്തിനും ഭയങ്കര ജയപിന്തുണയായിരുന്നല്ലോ. അന്ന് ഈ അവാമി ലീഗിനെ, അല്ലെങ്കിൽ ഈ BNP പാർട്ടിയുടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള BNP പാർട്ടിയുടെ നേതാവ് ഖാലിദയുടെ ഭർത്താവ്, അദ്ദേഹം പട്ടാള മേധാവിയായിരുന്നല്ലോ. പട്ടാള മേധാവിയായിട്ട് പട്ടാളം പിടിച്ചു കഴിയുമ്പം അന്നാണ് ഈ കൊല നടക്കുന്നത്. എന്ന് വെച്ചാൽ ഇയാളിനി ഇരിക്കേണ്ട. അന്ന് ഈ പറയുന്ന ഹസീനയും സഹോദരി ഇന്ത്യയിലായതുകൊണ്ടാണ് രക്ഷപ്പെടുന്നത്. അല്ല, അവർ വെളിയിലായിരുന്നു, ഇന്ത്യയിലല്ല വെളിയിലായിരുന്നു. അതിനുശേഷം ഇന്ത്യയിൽ ഹോൾഡ് ചെയ്താണ് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തി അവരെ അവിടെ പ്രതിഷ്ഠിക്കുന്നത്. അപ്പം ഈ ഹസീനയ്ക്ക് പറ്റിയൊരു കുഴപ്പം, നമ്മൾ ഇടയ്ക്കൊരു കഥ പറയുക, ഹസീനയ്ക്ക് പറ്റിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ പിടിച്ചടക്കിയവരും അവസരം കിട്ടിയാൽ കൊല്ലാൻ നിൽക്കുന്നവരും ഒരു പട്ടാള ഭരണത്തിൻ്റെ സ്വഭാവമൊക്കെ ഉള്ളൊരു രാജ്യമാണെന്ന് ഇടയ്ക്ക് വെച്ചങ്ങ് മറന്നുപോയി. കാരണം 2 തെരഞ്ഞെടുപ്പിലും 75-76% വോട്ടോടുകൂടി ഒരു ജയിച്ചു വരും. അപ്പം നല്ല ജനപിന്തുണയുണ്ടെന്ന് ഈ മനസ്സിലാക്കുകയും ആ ആലസ്യത്തിൽ എല്ലാവരെയും വിശ്വസിച്ച് പോകുന്ന ഒരവസ്ഥയുണ്ടായി. നമ്മുടെ രാജ്യത്തുള്ള ഭരണാധികാരികളുടെ കൂട്ടല്ല അവർ. മോദിക്ക് നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ 2 കണ്ണേ ഉള്ളൂ, ശരീരം മൊത്തവും കണ്ണാ. അത് അമിത്ഷായ്ക്കുണ്ട്, ഒരു അജിത് ഡോവലിനും കാണും. അപ്പോൾ അതേ രീതിയിൽ അവർ കാര്യങ്ങൾ നടത്തുന്നതുകൊണ്ടാണ് ഇവിടെ പലവട്ടവും പല കാര്യം ഓപ്പറേറ്റ് ചെയ്യുന്ന അവസാനം പാളിപ്പോകുന്നത്. അത് ഹസീനയ്ക്ക് ആ ഒരു അബദ്ധം പറ്റി. അപ്പം അങ്ങനെ ആ അബദ്ധം വളരെ കാലം കൊണ്ട് അവരെ മറിക്കാൻ പ്ലാൻ ചെയ്തിരുന്ന, അല്ലെങ്കിൽ അവരുടെ പരിധിക്ക് വരാത്ത അമേരിക്ക ആ ഇത്തരത്തിലൊരു അട്ടിമറിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ അട്ടിമറി വിജയത്തിലെത്തിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരുപക്ഷെ ഹസീനെ കൃത്യസമയത്ത് ആ ഒരു വിമാനത്തിൽ അവിടുന്ന് കടത്തിക്കൊണ്ട് വരാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് മൊത്തവും നമ്മൾക്കറിയാമായിരുന്നു. പക്ഷേ നമുക്ക് അതിനെ ഇടപെടാൻ പറ്റത്തില്ല. ഇപ്പം പ്രശാന്ത് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്. ആ രാജ്യത്തിൻ്റെ ഒരു വലിയ രാജ്യമാണെങ്കിൽ അമേരിക്ക ഉറ്റുനോക്കുന്ന പോലെ ആ രാജ്യത്തൊക്കെ നടക്കുന്ന കാര്യങ്ങൾ മൊത്തം നമുക്കറിയാൻ പറ്റും. അപ്പം ഞങ്ങളുടെ രാജ്യത്ത് കയറി കാര്യങ്ങൾ തിരക്കുന്നുണ്ടോയെന്ന് ഞാൻ തിരക്കുന്നുണ്ടോ, നിങ്ങളുടെ സുഹൃത്താണ് ഞാൻ. അപ്പം നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോ? അവിടുത്തെ എന്നിട്ട് അവിടുത്തെ ഈ മിലിറ്ററി മേധാവിയെ മാറ്റി, അല്ലെങ്കിൽ പൊലിയാളിനെ വെച്ചാൽ പറഞ്ഞു, നിങ്ങൾ സൂക്ഷിക്കണം, അയാൾ നിങ്ങളുടെ ആളല്ല, അവരെ ചൈനയുടെ ഏജൻറ്റാണ്, അല്ലെങ്കിൽ അന്നേരം ഇവരുടെ ബന്ധുവായതുകൊണ്ട് വിശ്വസിച്ചില്ല. പക്ഷെ നമുക്ക് അതിൽ കൂടുതൽ പറയാനൊക്കത്തില്ല. അപ്പം ആ രീതിയിൽ നമ്മുടെ പരിമിതികളുണ്ട്. കാരണം നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുള്ള കാര്യം നമ്മൾ വേറെ രാജ്യത്തിൻ്റെ പറയാൻ ഒക്കത്തില്ലല്ലോ. അതൊക്കെ ഒത്തിരി സീക്രട്സാണ്. അത് എല്ലായിടത്തും ഉണ്ടാവും. ചിലപ്പോൾ അമേരിക്ക കാണും, അത് നമ്മുടെ കഴിവാണ്. അപ്പോൾ മൊസാദ് എവിടെയൊക്കെ പ്രവർത്തിക്കുന്നു, എവിടെയെല്ലാം ഉണ്ട്, അതൊന്നും പറയാനൊക്കത്തില്ല. അപ്പം ഇതിനകത്ത് പറയുന്നതിന് ഒരു പരിമിതിയുണ്ട്. ഈ ഓപ്പറേഷൻ നടക്കുന്നറിയാം, ആ ഓപ്പറേഷൻ നടക്കുന്നു, അട്ടിമറി നടക്കുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഹസീനയുടെ ജീവൻ രക്ഷിച്ചുകൊണ്ട് പോരാൻ നമുക്ക് സാധിച്ചു. ഹസീനെ അവിടുന്ന് കയറ്റി ഇവിടെ കൊണ്ടിരുന്നു. ഹസീന ഇടയ്ക്ക് വെച്ച് തട്ടിക്കൊണ്ടുപോകാൻ സാധ്യത ഉണ്ടായിരുന്ന പറഞ്ഞ ചൈനക്കാർ. അന്നേരം നമ്മുടെ വിമാനങ്ങൾ അപ്പുറം ഇപ്പുറം നിർത്തിയാണ് നിൽക്കുന്നതുകൊണ്ടാണ് അത് പറ്റാഞ്ഞത്, നമ്മുടെ എയർ സ്പേസ്. അപ്പം അതിനുശേഷം ഇപ്പം അവിടെ നടക്കുന്ന ഈ പറഞ്ഞതുപോലെ അവിടെ നടക്കുന്ന ഓപ്പറേഷൻസ് മൊത്തം ഇന്ത്യയുടെ ഭാഗമായി തർക്കമൊന്നുമില്ല.
അവിടെ അതിനുശേഷം യൂനസ് വന്നു. യൂനസ് ഈ ഹിന്ദുവേട്ട നടത്തുന്നു. ഹിന്ദുവേട്ട നടത്തിയിട്ട് യൂനസ് ആര് പറഞ്ഞാലും കേൾക്കാതാവുന്നു. നമ്മുടെ ആൾ അവിടെ പോകുന്നു, സംസാരിക്കുന്നു. അതിനുശേഷം അവിടെ അരക്കൻ ആർമി കയറിയില്ലേ? അരക്കൻ ആർമി കയറി തന്ത്രപ്രധാന നമുക്ക് ആവശ്യമായാലും നമുക്ക് നാളെ ത്രെട്ടാവുന്നതുമായിട്ടുള്ള സാധനം മൊത്തം അവർ പിടിച്ചങ്ങ് വെച്ചില്ലേ? നമുക്ക് ഏറ്റവും ത്രെട്ട് ഏതായിരുന്നു? സാൻ മാർട്ടിൻ ദ്വീപല്ലേ? സാൻ മാർട്ടിൻ ദ്വീപ് അരക്കൻ ആർമിയുടെ കയ്യില്ല. എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ കയ്യിലോട്ടിരുന്നോട്ട്, ഇന്ത്യയുടെ കയ്യിലോട്ടിരുന്നോട്ടെന്നാണ് പറയുന്നത്. വേറെ ആർക്കും കൊടുക്കാൻ എന്നാൽ പിന്നെ അമേരിക്കയ്ക്ക് കൊടുത്തൂടെ? അമേരിക്ക ആണ് അരക്കൻ ആർമിയുടെ കസ്റ്റോഡിയൻ എന്നാ പല രാജ്യങ്ങളും പറയുന്നത്. അല്ല, പിടിച്ചെടുത്ത് വെച്ചിട്ട് എന്നിട്ട് അവിടെ നമുക്ക് കയറി പറയാൻ പറ്റാത്ത കാര്യം ഞാൻ കഴിഞ്ഞിട്ടൊക്കെ പറഞ്ഞ പോലെ കയറി പറഞ്ഞില്ലേ? ഹിന്ദുക്കളുടെ എതിർത്ത് തൊട്ടാൽ വിവരം അറിയും. അതിനുശേഷം ഔദ്യോഗികമായിട്ട് നമ്മളൊന്നും കേൾക്കുന്നില്ല. അവിടെ അതിന് റിപ്പോർട്ട് ചെയ്യാത്തതെന്ന് അറിയത്തില്ല. അരക്കൻ ആർമി പറഞ്ഞു ഹിന്ദു വേട്ട ബംഗ്ലാദേശിൽ നടക്കാൻ പാടില്ല അവിടെ. അപ്പോൾ ആ അരക്കൻ ആർമി അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം BNB ഓപ്പറേറ്റ് ചെയ്ത ഇലക്ഷൻ നടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്പറേഷൻ അവിടെ ഭയങ്കര കലാപം നടക്കുന്നുണ്ട്. ആ കലാപം ഓപ്പറേറ്റ് ചെയ്ത BNB. പക്ഷേ BNBയുടെ നേതാവിനും പിന്നെ അവിടെ നിൽക്കാൻ പറ്റാതായി. അവർക്ക് സംശയം വന്നു. അവരുടെ അടുത്ത് രഹസ്യാന്വേഷണം ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവ് അവിടുന്ന് ചികിത്സയ്ക്കൊന്നും കയറിപ്പോയതല്ല. അവർക്ക് കൃത്യമായിട്ട് ഈ പറഞ്ഞത് അപകടം മനസ്സിലാകുന്നില്ല. അവർക്ക് കൃത്യമായിട്ട് വിവരം കിട്ടി, നിങ്ങൾ ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞു. അവർ ചികിത്സയ്ക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഖത്തറിൻ്റെ സഹായത്തോടെ, ഖത്തറാണ് അവിടുത്തെ ഈ തീവ്രവാദ ഗ്രൂപ്പിന് മൊത്തം കാശ് കൊടുക്കുന്നത്. അത് ഖത്തറിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ സ്ത്രീ അവരെ അവിടുന്ന് ലണ്ടനിലേക്ക് മാറ്റി. യൂനസിന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തല്ല. ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടോളം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പം നടക്കുന്ന കലാപവും ഒത്തുചേരലും ഈ പലവട്ടം പട്ടാളം പറയുന്നുണ്ട് തയ്യാറായിക്കോളാം. അപ്പോൾ പട്ടാള അട്ടിമറി നടക്കുമോ അല്ലെങ്കിൽ ചില കലാപങ്ങളുണ്ട്. ഈ കലാപമൊന്നും നേരത്തെ ഉള്ളവരുടെ ഭാഗമായിട്ടല്ല നടക്കുന്നത്. കലാപങ്ങളൊക്കെ ഉരുത്തിരിയുണ്ട്. യൂനസിനടുത്ത് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗമൊക്കെ വളരെ അവർക്കറിയാമല്ലോ നടക്കും. യൂനസിനടുത്ത് രക്ഷപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്. യൂനസ് അതിന് വേണ്ടി സിംഗപ്പൂരിൽ നിന്ന് ദുബായിൽ നിന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റ് കിടക്കുകയാണ്. 3 ആഴ്ച കൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ കിടക്കുക. ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാനിലെ ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിൽ കിടക്കുക. യൂനസിന് അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പോലും ഇന്ത്യ വിചാരിക്കണം. ഇന്ത്യൻ എയർ സ്പേസിൽ കൂടെ അല്ലാതെ എവിടെ രക്ഷപ്പെടുന്നത്? അപ്പം പിന്നെ അങ്ങനെ പ്രശ്നം. അവിടുന്ന് വെളിയിൽ പോകണമെങ്കിൽ പോലും നമ്മൾ അനുവദിക്കും. നമ്മളടുത്ത് ചോദിച്ചിട്ടാണ് കാലിത പോയത്. ഇവൻ ചെയ്യുമെന്ന് പറയുമ്പോൾ അത്തരത്തിൽ അല്ലെങ്കിൽ ഇതുള്ള രാജ്യമാണ്, ജിയോഗ്രഫിക്കൽ പ്രശ്നമുള്ള രാജ്യമാണ്. നമുക്ക് ത്രെട്ടുണ്ടാകുന്നതുപോലെ 4000 കിലോമീറ്റർ വട്ടം നിൽക്കുമ്പോൾ നമ്മൾ വളഞ്ഞു നിൽക്കുക. നമ്മളുടെ രാജ്യം വിചാരിക്കാതെ അവിടെ ഒന്ന് പറന്നുയരാൻ പറ്റത്തില്ല. അപ്പം ഇപ്പം ചോദിച്ചതുപോലെ ശ്വാസം മുട്ടിയും പട്ടിണി കിടന്നും മരിക്കും ട്രംപ് ഇടപെട്ടേക്കുന്നത്. നിങ്ങൾ ചോദിച്ചു നേരത്തെ അമേരിക്കയല്ലേ അട്ടിമറിച്ചതെന്ന്? ചോദ്യം അങ്ങനെ ആയിരുന്നല്ലോ. അമേരിക്ക അട്ടിമറിച്ചത്, അമേരിക്ക അട്ടിമറിച്ചു, ഡീപ് സ്റ്റേറ്റ് അട്ടിമറിച്ചു. ആ അട്ടിമറിച്ച അവരുടെ എതിർഭാഗമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ആളാണ് ഇപ്പോൾ ട്രംപ്. ആ ഡീപ് സ്റ്റേറ്റിനെതിരെ, ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആ ട്രംപിനെ അട്ടിമറിക്കാൻ എന്താ? ആ ഡീപ് സ്റ്റേറ്റ് ആണ് ഇവിടെ യൂനസിനെ കൊണ്ടുവന്നത്. ഈ യൂനസ് എന്ന് പറയുമ്പോൾ നേരത്തെ ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞത് അമേരിക്കയുടെ ഈ നാശകാലമാണെന്ന് പറഞ്ഞത്. ട്രംപ് അധികാരത്തിൽ വന്ന യൂനസ് എന്ന് പറഞ്ഞത് അന്ന് ഇദ്ദേഹത്തിന് അവാർഡും ഒക്കെ കൊടുക്കുക, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുത്ത് നിൽക്കുന്ന ആളായിരുന്നല്ലോ. അപ്പോൾ ലോകമൊക്കെ ഇദ്ദേഹത്തേക്ക് എന്ന് പറഞ്ഞു. അപ്പം ഈ യൂനസിനെ തീർക്കാൻ നിൽക്കുന്ന ആളാണ് ട്രംപ്. ഈ നമ്മൾ പറയുന്ന ഹസീനെ പ്രഖ്യാപിച്ച ഹസീനെ ഇദ്ദേഹം ജയിച്ചു കഴിഞ്ഞപ്പോൾ ഹസീനെ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അവരെ വിളിച്ചത് നമ്മുടെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി എന്ന് വിളിച്ച ആ സംഭവം ഇത്. ആ വിളിക്ക് ഒത്തിരി അർത്ഥമുണ്ട്. അപ്പോൾ ഇപ്പം മൊത്തം കട്ട് ചെയ്ത്, ഈ പറഞ്ഞതുപോലെ സാധാരണ ഉള്ള കാര്യങ്ങളല്ല, ബംഗ്ലാദേശിന് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ മൊത്തം കട്ട് ചെയ്തു. അതായത് മരുന്നും മന്ത്രവും ഉൾപ്പെടെ കട്ട് ചെയ്തു. നമ്മളൊക്കെ യുദ്ധം നടക്കുന്ന സമയത്ത് ശത്രുരാജ്യത്തിന് മരുന്നും എല്ലാം കൊടുക്കും, അതുവരെ കട്ട് ചെയ്തു. കൺസ്ട്രക്ഷൻ മൊത്തം കട്ട് ചെയ്തു. അതായത് ഒരു സംവിധാനങ്ങളും ഒരു ദയവില്ല. ട്രംപിന് ദയമൊന്നുമില്ല. ട്രംപ് തീരുമാനിച്ച ആ രാജ്യത്തുനിന്ന് നടക്കുന്ന അവരുടെ ഭാഗമായിട്ടുള്ള കൺസ്ട്രക്ഷൻസ് പോലും നടക്കണ്ട. അതായത് ഇപ്പം യൂനസ് കയറി വളരെ രോക്ഷാകുലനായെന്നാണ് പറഞ്ഞത്. ഞങ്ങളെ എന്ത് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കിയാണ്, ഞങ്ങളെ പട്ടിണിക്കിടാൻ നോക്കിയാണ്. അതായത് ട്രംപിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവിടെ കയറി അട്ടിമറി നടത്തി ആ രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളവനെ, ആ രാജ്യത്തെ നാട്ടുകാരെ കൊണ്ട് അടിച്ചവിടുന്ന് ഓടിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട്. നീ കാരണമാണ് ഞങ്ങൾക്ക് ഈ പട്ടിണിയും ഈ ഗതിയും. ആ രീതിയിൽ അവിടെ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. അതിന് കൃത്യമായി ഇന്ത്യയുടെ ഇടപെടലുണ്ട്, ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വകുപ്പിൻ്റെ, മൊസാദിൻ്റെ ഇടപെടലുണ്ട്, അജിത് ഡോവലിൻ്റെ ഇടപെടലുണ്ട്. അവിടുത്തെ ആഭ്യന്തര കലകം മൊത്തം ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് അമേരിക്കയല്ല, ഇന്ത്യയാണ്. അതിന് വേണ്ട പിന്തുണയെല്ലാം അമേരിക്കയുടെ ഉണ്ട്. അതായത് ഈ ഹസീനെ കൊണ്ടുവന്ന് അവിടെ വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് സ്ഥാപിച്ചില്ലെങ്കിൽ നമുക്ക് അന്നേരം കാണാം. അതിനുവേണ്ടിയാണ് നമ്മുടെ
അവരെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്ന അവരെ അവിടെ തിരിച്ച് പ്രധാനമന്ത്രിയാക്കുന്നതിന് ഇന്ത്യ തയ്യാറാകും. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസിനകത്ത് അവിടുത്തെ ഒരു ഇൻ്റർവ്യൂവിനകത്ത് അവാമി ലീഗിലെ നേതാക്കന്മാരൊക്കെ വെളിയിൽ വന്നു തുടങ്ങി. അവരെ പ്രവർത്തന സജീവം, അവർക്ക് ആഗോളതലത്തിൽ ഇനിയും നീതി ഇന്ത്യ വാങ്ങിക്കൊടുക്കുമെന്ന് പറഞ്ഞു തുടങ്ങി. അവരാണ് അവിടെ ജനാധിപത്യ സംവിധാനത്തിൽ ഇപ്പം വോട്ടിംഗ് നടത്തിയാലും ജയിക്കാൻ സാധ്യതയുള്ള അവർ തന്നെയാണ്. അതുകൊണ്ടാണ് യൂനസ് പറയുന്നത് അവരെ അവിടെ അവാമി ലീഗിനെ ഇലക്ഷന് മത്സരിപ്പിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം യൂനസ് അല്ല അലാം എന്ന് പറയുന്നവൻ്റെ ഭർത്താവൻ അതായിരുന്നു. അലാമും ഗുലാമും ഒക്കെ ഇപ്പം ഏതാണ്ട് തീരുമാനമാവും. ട്രംപ് വളരെ കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, വളരെ കഷ്ടത്തിലേക്ക് വേണം. ജനം പരസ്പരം അടിച്ച്, അല്ലെങ്കിൽ ഈ നമ്മൾ ഇവിടെ കണ്ടില്ലേ പട്ടിണി കിടന്ന് വലിയ പ്രശ്നത്തിലേക്ക് പോവും. ആ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാം ഓപ്പറേഷൻ്റെ തല നമ്മുടെ ഇന്ത്യ തന്നെയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് വീണ്ടും ബംഗ്ലാദേശിനെ കൊണ്ടുവന്ന് പുതിയ സർക്കാർ കെട്ടിയിരിക്കും. കാരണം ഈ മാലിയെ കെട്ടിയ പോലെയും ശ്രീലങ്കയെ കെട്ടിയ പോലെയും നമ്മൾ കൊണ്ട് കെട്ടിയിരിക്കും. അതിന് അത്രയ്ക്ക് നയതന്ത്ര ഓപ്പറേഷൻസ് നടത്താൻ കഴിവുള്ള ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇന്ത്യ അതിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം തയ്യാറാക്കി കൊടുക്കുന്നതിന് ട്രംപും സർവ്വ വിശാല മനസ്സോടുകൂടി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം. ബംഗ്ലാദേശിൽ ഒരു നല്ല സുദിനം വരട്ടെ, നല്ല ഉറച്ച ഭരണം അവിടെ വരട്ടെ, നമുക്ക് തലവേദന ഉണ്ടാകാതിരിക്കട്ടെ. തീർച്ചയായിട്ടും.